ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എത്രമാത്രം പ്രായോഗികമാണ്, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ ഷബീർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ചൂരൽമലയിൽ നിന്ന്. ഷബീർ, ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചുവല്ലോ. ഇനി എത്ര പേരെ കാണാതായി എന്നത് അതിന് കൃത്യമായ കണക്കില്ല. അപ്പോൾ ഏത് രീതിയിലുള്ള തിരച്ചിലുകൾ വരും ദിവസങ്ങളിലും തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം? പിന്നെ ഇന്നലെ ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ദൃശ്യങ്ങൾ കാണിക്കുമ്പോഴും അവിടെ ഈ സിഗ്നൽ കിട്ടിയത് കൊണ്ട് ജീവന്റെ തുടിപ്പുണ്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ രീതിയിൽ ഈ GPR ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടന്നില്ലേ? മഞ്ജുഷ്, GPR ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലൊക്കെ രാവിലെ നടന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ജീവന്റെ തുടിപ്പ് ഒന്നും ലഭ്യമായിട്ടില്ല. ഇനി അങ്ങനെ ഒരു ജീവന്റെ തുടിപ്പിന്റെ ഒരു സാധ്യതയും നമുക്കിനി പറയാനുമാവില്ല. കാരണം ഇനിയും ഒരാൾ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് കരുതാനുമാവില്ല. നാളെ ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ മേഖലകളും അരിച്ചു പെറുക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടന്നത്. അത് വളരെ കൃത്യമായി തന്നെ സന്നദ്ധ സംഘടനകളും സൈനികരുമെല്ലാം പരക്കെ 4 സോണുകളായി ചേർന്ന 4 സോണുകളുടെയും പല പല മേഖലകളായി തിരിച്ച് എല്ലാ ഭാഗങ്ങളിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം എന്തെങ്കിലും ഒരു സാധ്യത കണ്ട സ്ഥലങ്ങളിൽ അവിടെ സ്നിഫർ ഡോഗുകൾ ഉപയോഗപ്പെടുത്തി, അത് കഴിഞ്ഞ് ഹിറ്റാച്ചികൾ കൊണ്ടുവന്നു. അങ്ങനെ പലയിടങ്ങളിലും അങ്ങനെ ഉഴുതുമറച്ചുകൊണ്ട്, അതായത് പ്രത്യേകിച്ചും മനുഷ്യവാസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വീടുകൾ തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് അങ്ങനത്തെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 4 സോണുകളായി ഇന്ന് തെരച്ചിൽ നടന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട പുഞ്ചിരിമട്ടത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ദുരിതം ബാധിച്ചതും പുഞ്ചിരിവട്ടം നിവാസികളെയാണ്. ആ ഭാഗങ്ങളിൽ ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളം പൂർണ്ണമായിട്ട് തൂർന്നു പോയിരുന്നു. ആ കുളമൊക്കെ ഇന്ന് അരിച്ചു പെറുക്കിക്കൊണ്ട് 2 ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിയത്. പക്ഷെ അവിടെയൊന്നും ഒരു ജീവന്റെ സാന്നിധ്യം എന്നല്ല, ഒരു മൃതദേഹം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു തെരച്ചിലിന്റെ ഒരു ആകെത്തുക. ഷബീർ മുഴുവൻ സമയവും ഇന്ന് തെരച്ചിൽ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഏത് പ്രതീക്ഷയിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്? ഇന്നും ഏത് രീതിയിലായിരുന്നു? മണ്ണിനടിയിൽ ഇനിയും ആളുകളുണ്ട്. അത് ഈ ചൂരൽമലയിലും മുണ്ടക്കൈയിലും അതുപോലെ അട്ടമല, പുഞ്ചിരിമട്ടം ഇവിടങ്ങളിൽ മണ്ണിനടിയിൽ ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണോ? എന്ന് വെച്ചാൽ അവരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള തെരച്ചിലാണോ? അതോ ഇത്രയും വലിയ കണക്കുകൾ കാണാതായവരെ കുറിച്ച് കിട്ടുമ്പോൾ പലരും ഒഴുകിപ്പോയിട്ടുണ്ടാകാം, അതുകൊണ്ട് തന്നെ ഈ അവസാന ഘട്ടത്തിലേക്ക് തെരച്ചിൽ വരുന്നു എന്നൊരു സൂചനയാണോ അവിടെ നിന്ന് കിട്ടുന്നത്? ഇനി അങ്ങോട്ട് വളരെയധികം ദിവസങ്ങൾ തെരച്ചിലിന് ഉണ്ടാവുകയില്ല എന്ന്? സാധ്യതയില്ല. മഞ്ജുഷ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇന്നത്തെ ഒരു തെരച്ചിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു അവസാനിച്ച ഒരു മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. കാരണം ഇനി ഈ പ്രദേശങ്ങളിലൊക്കെ എത്ര JCB ഉപയോഗിച്ച് മാന്തിയാലും മൃതദേഹങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ഒരു സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി എന്നുള്ള സാധ്യതയാണ്. അപ്പോൾ പിന്നെ തിരച്ചിൽ നടത്തേണ്ടത് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഏറ്റവും ഹിൽ ടോപ്പിലേക്ക് പോയി. വെള്ളാർമലയുടെ താഴ്വാരങ്ങളിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ അതിന്റെ പ്രഭവ കേന്ദ്രം വരെയും ഞങ്ങൾ കയറിപ്പോയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ കിലോമീറ്ററുകളോളം താഴേക്ക് ഒരു 4-5 കിലോമീറ്റർ വന്നാൽ ചൂരൽമല, നമ്മളിപ്പോൾ ബെയിലി പാലമൊക്കെ നിർമ്മിച്ച സ്ഥലമായി. അവിടെ വരേക്കും ഈ പുഴ എന്ന് പറയുന്നത് നേരത്തെ ഒരു ചെറിയ നീർച്ചോല പോലെ വീതി കുറഞ്ഞൊഴുകിയിരുന്ന പുഴ ഇപ്പോൾ ഒരു വലിയ വീതിയോടുകൂടി, അതിപ്പോ നമുക്ക് അതിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 500 മീറ്റർ എങ്കിലും പലയിടങ്ങളിലും പുഴയ്ക്ക് വീതി വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ രാവിലെയൊക്കെ നമ്മൾ കണ്ട പോലെ വലിയ പാറക്കല്ലുകളാണ്. ഈ പാറക്കല്ലുകളൊക്കെ ഈ മലമുകളിൽ നിന്നും പിഴുതു വന്ന പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾക്ക് അടിയിലൊക്കെ ഒരു മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യത ഈ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് NDRF സംഘം, അവർക്കൊക്കെ ഇക്കാര്യത്തിലൊക്കെ കുറെ പരിചയമുള്ളവരാണ്. സൈന്യവും പറയുന്നുണ്ട്. അത്തരം വലിയ പാറക്കെട്ടുകൾ മാറ്റി അതിനടിയിലേക്ക് തിരയുകയാണെങ്കിൽ ഇനി ഒരു മൃതദേഹമൊക്കെ കാണാനുള്ള സാധ്യതയുള്ളൂ. അതിൽ കൂടാതെ പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ചാലിയാർ പുഴയിലേക്ക് പോകേണ്ടി വരും. കാരണം ചാലിയാർ പുഴയിലാണ് നല്ല വെള്ളമുണ്ടത്. വയനാടിന്റെ താഴേക്ക് പോകുമ്പോഴാണ് ജലം കൂടുതലുള്ള പുഴ. വയനാട്ടിൽ ഈ പുഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണ്ട്, ഇന്നൊക്കെ പുഴയിൽ തീരെ വെള്ളം കുറഞ്ഞ് പണ്ടുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പോയി. പണ്ടൊരു മനോഹരമായ ഭൂപ്രകൃതിയായിരുന്നു. അവിടെ ചെറിയൊരു
ചോല പോലെ ഒഴുകിയിരുന്നതാണ്. ഇന്നിപ്പോൾ വീതിയിൽ പുഴ കാണുന്നുണ്ട്, പക്ഷെ വെള്ളം നടുക്കിലൂടെ മാത്രം ഇങ്ങനെ ചാലിട്ടൊഴുകുന്നതായിട്ട് കാണുന്നത്. ആ ഭാഗങ്ങളിലെല്ലാം വലിയ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകളൊക്കെ എടുത്തു മാറ്റിയുള്ള ഒരു പരിശോധനയെ, അങ്ങനെ ഒരു പരിശോധനയിലൂടെ മാത്രമേ ഇനി ഒരു തെരച്ചിൽ സാധ്യമാവൂ. പക്ഷേ അത്തരം തെരച്ചിലേക്ക് പോകണമെങ്കിൽ ഈ നദിയിലൂടെയൊക്കെ ഈ പാറക്കല്ലുകൾ മാറ്റി തെരച്ചിൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ ആളുകൾ വേണ്ടിവരും, കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടിവരും. പക്ഷേ അതിലേക്കൊക്കെ പോകുമെന്നുള്ള ഒരു സൂചന ഇന്നത്തെ ഒരു തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവിധതരം ഉദ്യോഗസ്ഥരുടെ അവരുടെ ഒരു തീരുമാനം അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇന്ന് മന്ത്രിതല സമിതിയിലൊക്കെ നാളത്തെ തെരച്ചിൽ സംബന്ധിച്ചും തുടർന്ന് അങ്ങോട്ടുള്ള തെരച്ചിൽ സംബന്ധിച്ചൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. പക്ഷെ അവരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇനി തെരച്ചിൽ കൊണ്ട് വലിയൊരു കാര്യമില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ബോധ്യമാവുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ഷബീർ, അതുപോലെ തന്നെ പുനരധിവാസത്തിന്റെ കാര്യത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ വരികയാണല്ലോ. ഈ ക്യാമ്പിന്റെ ഒരു കാര്യം ഇപ്പോൾ എങ്ങനെയാണ്? എത്ര ആളുകൾ ക്യാമ്പിൽ ഉണ്ട്? അവരുടെ ഒരു പുനരധിവാസത്തിന്റെ കാര്യത്തിലൊക്കെ ഏത് രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്? ഈ ക്യാമ്പുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മഞ്ജുഷ്, ഇപ്പോൾ പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ ചൂരൽമല, അതുപോലെ മുണ്ടക്കൈ, അതിനപ്പുറത്തേക്ക് ഈ ചൂരൽമലയിലൊക്കെ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഏരിയകളിലെ ആളുകളെയൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും അവരൊക്കെ ഇപ്പോൾ ഈ ദുരിതം നേരിട്ട് ബാധിക്കാത്തവരെ കൂടെ ഇപ്പോൾ ക്യാമ്പുകൾ താമസിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 10,000-ലധികം ആളുകൾ വയനാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ, ഹാളുകളിലൊക്കെയുള്ള ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ ക്യാമ്പുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ മഴക്കാലം വരുമ്പോൾ വയനാട്ടിലെ ഒരു പതിവ് കാഴ്ചകളാണ്. കോളനികളോടൊക്കെ ചേർന്ന്, പുഴയോട് ചേർന്ന് താമസിക്കുന്നവരെയൊക്കെ അടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറ്റി പാർപ്പിക്കും. അവരൊരു ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയുമ്പോൾ മഴ കുറയുമ്പോൾ തിരിച്ചിറങ്ങി അവരുടെ വീടുകളിലേക്ക് പോകും. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ നമ്മളൊരു കൃത്യമായി തന്നെ അതങ്ങനെ പറയേണ്ടി വരും. കാരണം കുറച്ചുകൂടി ഇതുവരെ ഇങ്ങനെ ഒരു ക്യാമ്പിന്റെ അനുഭവം ഉണ്ടായിട്ടില്ലാത്ത ആളുകളാണ്. 84-ൽ ഒരു ഉരുൾപൊട്ടലിന്റെ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഭാഗത്തൊന്നും വലിയ രീതിയിലുള്ള ചെറിയ ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന, മാറി താമസിക്കേണ്ടി വരുന്ന തരത്തിലുള്ള വലിയ ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് പുഞ്ചിരിമട്ടത്ത് വനത്തോട് ചേർന്ന് ഇപ്പോൾ ഈ പ്രഭവ കേന്ദ്രത്തോട് ചേർന്നുള്ള ആദിവാസി കോളനിയും ചില വീടുകളൊക്കെ ഉണ്ട്. അവരെ ചില വർഷങ്ങളിലൊക്കെ നല്ല മഴയാകുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാറ്റി പാർപ്പിക്കുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത രീതിയിലുള്ളൊരു മാറ്റിപ്പാർപ്പിക്കലൊന്നും ഇവർ കണ്ടു ശീലിച്ചിട്ടില്ലാത്തവരാണ്. പിന്നെ അതുമാത്രമല്ല, ഇവരൊക്കെ വലിയ വീടുകളിലൊക്കെ താമസിച്ചവർ, എല്ലാ സൗകര്യങ്ങളോടെയും ജീവിച്ചവർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ക്യാമ്പുകളിൽ താമസിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും മാനസികമായി വളരെ തളർന്നവരാണ്. സാധാരണ വയനാട്ടിലെ ക്യാമ്പുകളെന്ന് പറയുമ്പോൾ മഴക്കാലമാകുമ്പോൾ മാറ്റിപ്പാർപ്പിക്കുന്നു, മഴക്കാലം കഴിഞ്ഞാൽ തിരികെ വരുന്നു. ഇതങ്ങനെയല്ല. സ്വന്തം കുടുംബത്തിൽ നിന്നും 4 പേരെയും 5 പേരെയും നഷ്ടപ്പെട്ടവർ, സ്വന്തം അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവർ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ തങ്ങൾ ഇക്കാലം അത്രയും ഉണ്ടാക്കിയെടുത്ത വീട്, 1ഉം 2ഉം നിലകളുള്ള വീട്, ആ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറുകൾ, വാഹനങ്ങൾ, സ്വന്തം ജീവിതോപാധിയായ ഓട്ടോറിക്ഷ, അങ്ങനെയൊക്കെയുള്ള ടാക്സി ജീപ്പുകളൊക്കെ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നുള്ളത് ചോദ്യചിഹ്നമായി. നമുക്കറിയാം, ഈ മേഖലയിലുള്ള ആളുകളൊക്കെ തോട്ടം തൊഴിലാളികളായി വന്നവരാണെങ്കിലും പിന്നീട് വിദേശത്തൊക്കെ പോയി അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ച് തങ്ങളുടേതായ ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുത്തവരാണ്. അതെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നറിയാതെ ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഒരുപാട് കാലം ക്യാമ്പിൽ തങ്ങുക എന്ന് പറയുന്നത് തന്നെ അവർക്കത് ഉൾക്കൊള്ളാനാവുന്ന കാര്യമല്ല, കുട്ടികളെയും കുടുംബവും ഒക്കെ ആയി. അപ്പോൾ ക്യാമ്പുകളിൽ നിന്നൊക്കെ ഇന്നലെയൊക്കെ നമ്മൾ ക്യാമ്പിൽ പോയപ്പോഴൊക്കെ പറയുന്നത് എല്ലാവർക്കും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വന്തം വീട്ടിലേക്ക് മാറണം, അത് വാടക വീടായാലും മതി എന്നുള്ള അത്തരം ഒരു താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. ആദ്യമായി പ്രതിപക്ഷ നേതാവാണ് ആ വിഷയം അവതരിപ്പിച്ചതും. ഒരു സർവകക്ഷി യോഗത്തിലും അദ്ദേഹം അവതരിപ്പിച്ചു, വാടക വീട്ടിലേക്ക് മാറണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് വാടക വീട് കണ്ടെത്താനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തണമെന്നൊക്കെ സർവകക്ഷി യോഗത്തിലൊക്കെ ചർച്ച വന്നതാണ്. അപ്പോൾ പുനരധിവാസം എന്നുള്ളത് തന്നെയാണ് ഇനി ഏറ്റവും ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് ശരിയാണ്, അക്കാര്യമാണ് ഇന്ന് സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്തത് ഈ പുനരധിവാസത്തിന്റെ കാര്യത്തിലായിരുന്നു. ഒരു ടൗൺഷിപ്പ് മാതൃകയിലൊക്കെ പുനരധിവാസം സാധ്യമാകുമെന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ ദുരന്തമുണ്ടായ ഭാഗങ്ങളിൽ 10, 11, 12 വാർഡുകളിൽ, അതായത് മുണ്ടക്കൈ, പുത്തുമല, അട്ടമല, ഈ 3 ഭാഗങ്ങളിൽ ഏത് രീതിയിലാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അട്ടമലയിൽ ആകെ വീടുകൾ 716 ആയിരുന്നു, ജനസംഖ്യ 1423. പ്രളയം ബാധിച്ചത് 70 വീടുകളെയാണ്. ഇത് അട്ടമലയിലെ മാത്രം കണക്കാണ്. പ്രളയബാധിതർ 500 എന്നുള്ളതാണ്. ഇതുവരെ മരണം 49, പരുക്കേറ്റവർ 20, കാണാതായത് 5 പേരെയാണ്. ഇത് അട്ടമലയുടെ മാത്രം ആണ്. അത് കഴിഞ്ഞ് മറ്റ് 2 വാർഡുകൾ കൂടിയുണ്ട്. മുണ്ടക്കൈയിൽ ആകെ വീട് 461, ജനസംഖ്യ 1247 ആയിരുന്നു. പ്രളയം ബാധിച്ച വീടുകളുടെ എണ്ണം
200 അത് കുറച്ചുകൂടി കൂടുതലാണ്. 700 പേർ പ്രളയബാധിതർ, നേരിട്ട് പ്രളയം ബാധിച്ചവരാണ്. മരണം ഇതുവരെ 78, പരിക്കേറ്റവർ 52. കാണാതായത് 150 പേരെയാണ് മുണ്ടക്കൈയിൽ. അതുപോലെ ചൂരൽമല, അവിടെ ആകെ വീടുകൾ 783 ജനസംഖ്യ 2162. പ്രളയം ബാധിച്ച വീടുകൾ എന്ന് പറയുന്നത് 150. മുണ്ടക്കൈ പോലെ തന്നെയാണ് ചൂരൽമലയിലും. പ്രളയബാധിതർ എന്ന് പറയുന്നത് 850 പേർ, മരണം ഇതുവരെ 88, പരുക്കേറ്റവർ 90, കാണാതായത് 120. അങ്ങനെ ആകെ മരണം ഏതാണ്ട് 350 കൂടുതലാണ്. കാണാതായവർ 206 എന്നാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ ഈ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയിലേറെ പേർക്ക് ഇങ്ങനെ ഈ പ്രളയം ബാധിതരായിട്ട് മാറേണ്ടി വന്നു എന്നുള്ളതാണ് ഈ 3 വാർഡുകളുടെയും വലിയ വിഷമകരമായ ഒരു കാര്യം. അവിടെ പുനരധിവാസം എത്രമാത്രം സാധ്യമാകും എന്നുള്ള ചോദ്യവും ഉണ്ട്. ഇന്ന് ശ്രീ മോഹൻലാൽ, നടൻ മോഹൻലാൽ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷന്റെ കീഴിൽ 3 കോടി രൂപ ഒരു വലിയ പദ്ധതി ഈ മേഖലയ്ക്കായി അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം തിരിച്ചെത്താം. വളരെ സങ്കടകരമായ കാര്യമാണ്. അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വ്യാപ്തി. ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ആദ്യം എത്തിയത് ഞാനും കൂടെ ഉൾപ്പെടുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു, TA മദ്രാസ്. അവരിവിടെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. ഞങ്ങളുടെ 40 പേര് വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആ ബറ്റാലിയനിലാണുള്ളത്. അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇന്ററാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ നന്ദി പറയാൻ, മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. ഒരുപാട് പേരെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന്. ഇപ്പോൾ ശ്രീ കേണൽ ഡിന്നിയുണ്ട്, ഒപ്പം ദുരന്ത നിവാരണ വിദഗ്ധൻ കൂടിയായ ശ്രീ സതീഷ് ഗോപി. ഇവർ രണ്ടുപേരും ചേരുകയാണ്. കേണൽ ഡിന്നി, ഇപ്പോൾ ഈ പട്ടാളത്തിന്റെ സജീവ സാന്നിധ്യം അവിടെയുണ്ട്. പക്ഷേ എത്ര നാൾ തിരച്ചിൽ തുടരണം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിർദ്ദേശം പട്ടാളത്തിന് കിട്ടിയിട്ടില്ല, സൈന്യത്തിന് കിട്ടിയിട്ടില്ല. ഇത് ഏത് രീതിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡ്രോൺ സംവിധാനം, ഐബോർഡ് കൂടി കൊണ്ടുവന്നുള്ള തെരച്ചിൽ ശ്രീ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഈ ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് അതൊരു വലിയ വാർത്തയായിരുന്നു. അത് മാത്രമല്ല, രാത്രി വരെ തെരച്ചിൽ തുടരേണ്ടിയും വന്നിരുന്നു. പക്ഷേ ആരെയും അങ്ങനെ ജീവനോടെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അത് GPR സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഈ രീതിയിലുള്ള തെരച്ചിലിന്റെ ഒരു ആവശ്യകത കാണുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഈ സൈന്യത്തിന് കൂടുതലായിട്ട് ഈ മേഖലയിൽ ചെയ്യാനുള്ളത്? ശ്രീ മഞ്ജുഷ്, ഈ ഒരു ദുരന്തം വന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം റെസ്പോണ്ട് ചെയ്ത ആളുകളിൽ ഒരു സേനയാണ് ഇന്ത്യൻ ആർമി. അപ്പൊ അവർ ആദ്യം വന്നത്, നേരത്തെ ശ്രീ മോഹൻലാൽ പറഞ്ഞ പോലെ, നമ്മുടെ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA, അതുപോലെ തന്നെ പാങ്ങോട് നിന്ന് മൂവ് ചെയ്തു. അതുപോലെ തന്നെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ വന്നു. അപ്പൊ ആദ്യം വന്ന ഒരു രക്ഷാ ദൗത്യം എന്നുള്ള നിലയിലാണ്. അതായത് എത്ര പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അത്രയും പേരെ നമുക്ക് രക്ഷിക്കാൻ എന്നുള്ള ദൗത്യത്തിലാണ്. അതിൽ എയർഫോഴ്സിന്റെയും നേവിയുടെയും ഒക്കെ ഹെലികോപ്റ്റേഴ്സ് വരെ അതിനകത്ത് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവിടെ ഒരു അസസ്മെന്റ് നടത്തിയതും ആ ഒരു പാലം മുണ്ടയ്ക്ക്, ആ പാലത്തിന്റെ അതാണ് ക്രിട്ടിക്കൽ ആയിട്ട് വന്നത്. കാരണം പാലം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കട്ട് ഓഫ് ആവുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെയാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ, വളരെ റെക്കോർഡ് ടൈമിൽ തന്നെ അവിടെ ഒരു പാലം സൃഷ്ടിച്ച് ഈ 2 ഏരിയയും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് നേരത്തെ ശ്രീ മഞ്ജുഷ് പറഞ്ഞ പോലെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ചിനാണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം മറ്റ് രീതിയിലുള്ള ഒരു സെർച്ച് വളരെ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എനിക്ക് ന്യൂസ് 18 റിപ്പോർട്ടേഴ്സ് പോലും അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അറിയാം, ചെളിയും കല്ലുകളും എല്ലാം നിൽക്കുന്ന ഒരു സ്ഥലത്ത്
വളരെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എവിടെയാണ് എന്താണ് കിടക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും കുറച്ചും കൂടെ ചാൻസ് ഉള്ളത് ആരെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള അറിവ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് അതാണ്, GPR ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടിയെന്ന് വന്നു. പക്ഷെ നമ്മൾ നേരത്തെ അർജുന്റെ കേസിൽ നമ്മൾ കണ്ടതുപോലെ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സിഗ്നൽ. സാധാരണ അങ്ങനെ വരാറുണ്ട്, ചിലപ്പം അത് തെറ്റായിട്ടുള്ള രീതിയിൽ ഉള്ള സിഗ്നൽസ് വരും. അപ്പൊ ഇന്നലെ അങ്ങനെ ഒരു പ്രതീക്ഷ വന്നെങ്കിൽ പിന്നീട് നമുക്ക് അതിന് വലിയ രീതിയിലുള്ള സന്തോഷം തരുന്ന രീതിയിലൊന്നും കിട്ടിയില്ല. അപ്പൊ ഇനി ഉള്ള ദിവസങ്ങളിൽ ഈ തെരച്ചിൽ എങ്ങനെ പോകും എന്ന് നമ്മളൊരു അസസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി നേരത്തെ തന്നെ സേന ഓൾറെഡി അങ്ങനെ ആരും സർവൈവൽ ആയിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ എത്രമാത്രം ആളുകളെ എന്തെങ്കിലും ഒരു റിമൈൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ 1-2 ദിവസം കൂടി അങ്ങോട്ട് പോകുമ്പോൾ അവരെ തേടാനുള്ള ഒരു ശ്രമം നടത്തും. അതുപോലെ തന്നെ ആരെങ്കിലും ഏതെങ്കിലും കാട്ടിന്റെ ഉള്ളിലോ മറ്റു സ്ഥലത്തൊക്കെ ഈ നോർമലായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സ്ഥലങ്ങളിലും കൂടെ എനിക്കൊന്ന് സെർച്ച് നടത്തും. ഇന്നലെ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഫോറസ്റ്റിന്റെ സ്റ്റാഫ് ഒരു കൊച്ചുകുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ മോർ ഓർ ലെസ് ശ്രീ മഞ്ജുഷ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലത്തുള്ള സെർച്ച്, അതായത് JCB ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സെർച്ചിലേക്ക് ആർമി മൊത്തത്തിലേക്ക് അങ്ങോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇപ്പൊ 5-ാം ദിവസമാണ്, ഒരു 7 ദിവസമോ കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഞാൻ പറയുന്നില്ല ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന്, പക്ഷെ എന്നാലും എത്ര ദിവസത്തേക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള അവിടുത്തെ ദൗത്യസേന തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നും വലിയ രീതിയിലുള്ള ഒരു സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടിയില്ല. കാരണം അങ്ങനെയാണ് അവിടുത്തെ ആ ഏരിയ, അങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ, അങ്ങനെയാണ്. അപ്പൊ ആരുടെയും കുറ്റമല്ല, അത് ആരുടെയും തെറ്റല്ല. നമ്മളിനി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാളെ അവരൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ആ മീറ്റിംഗിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള രീതിയിലേക്ക് ക്യാമ്പിലുള്ള ആളുകൾ എങ്ങോട്ട് മാറ്റണം അതിലൊക്കെ വരും. പക്ഷെ ആർമിയുടെ റോള് എനിക്ക് തോന്നുന്നു ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ശരി, ഇപ്പോൾ ശ്രീ P. നാസർ, അദ്ദേഹം മേപ്പാടി പഞ്ചായത്ത് അംഗമാണ്. ശ്രീ P. നാസർ, ഇപ്പോൾ ഇനി അങ്ങോട്ട് ഏത് രീതിയിൽ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്? അത് സാറേ, പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യപ്പെടുന്ന മുറക്ക്, അതായത് ഏകദേശ ഭാഗങ്ങൾ തെരഞ്ഞു കഴിഞ്ഞ് ഇന്നലെ വന്നതിന് ശേഷം പിന്നെ ജീവന്റെ തുടിപ്പ് കണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പോയി തെരഞ്ഞു. അപ്പം അവിടെ ആ മുണ്ടക്കൈ പ്രദേശത്ത് തെരച്ചിൽ എത്രത്തോളം സാധ്യമാവും അത്രത്തോളം തിരിച്ചു കിട്ടാൻ ഒരുപാട് ആളുകൾ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അവരെ കിട്ടാനുള്ള സാധ്യത ഉള്ളിടത്തോളം തിരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അത് എത്ര ദിവസം നീളും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. നാസർ, അതുപോലെ തന്നെ ഇപ്പോൾ 206 പേരെ കാണാനില്ല എന്നാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അവിടുത്തുകാരാണല്ലോ, എങ്ങനെയാണ് അത്? അതിലും അപ്പുറത്തേക്ക് ആളുകൾ അവിടുന്ന് മിസ്സിംഗ് ആണ് എന്നാണോ ഇപ്പോഴത്തെ ഒരു അനുമാനം? ഇന്ന് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് ADGP തന്നെ പറഞ്ഞിരുന്നു, ഈ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു, അവിടെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 400ഓളം ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണെന്നാണ്. അത്രയ്ക്ക് വരുമോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതായത് ഇന്ന് രാവിലെ അവിടെ ആശാ വർക്കർമാര്, അംഗൻവാടി ടീച്ചർമാർക്ക്, BLOമാര് ഒക്കെ പാടിയിരുന്ന് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം 216ഓളം മിസ്സിംഗ് കേസുകളാണ് ഇപ്പം നമുക്ക് കാണുന്നത്. മിസ്സിംഗ് കേസുകളാണ് നാസർ. അത് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടലിൽ വന്നിട്ടുള്ളത് അല്ലേ? അത് മൂന്ന് വാർഡുകളിൽ നിന്നും കൂടിയിട്ടാണ്. 10ാം വാർഡില്
അതായത് അട്ടമല പ്രദേശത്ത് 8 മിസ്സിംഗ് കാണുന്നുണ്ട്. 12 അതായത് ചൂരൽമല പ്രദേശത്ത് 64 മിസ്സിംഗ് ആണ് കാണുന്നത്. അതേമാതിരി പ്രളയം ഉത്ഭവിച്ച 11-ാം വാർഡ് അതായത് മുണ്ടക്കായിൽ നിന്ന് 143 മിസ്സിംഗ് കേസുകളും കൂടിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ചില വേരിയേഷൻ ഉണ്ടാകാം. ഇപ്പോൾ ഇന്നും അതിന്റെ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ വൈകുന്നേരം വരെ നമുക്ക് കിട്ടിയ കണക്കാണിത്. അത് ആശാവർക്കർമാർ, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ്, വാർഡ് മെമ്പർ, കഴിഞ്ഞ ഭരണസമിതിയിലെ ആ വാർഡിലെ മെമ്പർ ഒക്കെപ്പാടെ ഇരുന്നിട്ട് ഇന്ന് നമ്മൾ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു കണക്കാണിത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇനിയും തുടരണം, ഇത് തന്നെയാണോ നിങ്ങൾ അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതായത് സാധ്യമാണെങ്കിൽ അവരെ കിട്ടുന്നവരെ തുടരണം എന്നതാണ് നമ്മൾ ആവശ്യം. കാരണം അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവിടെ ആ പ്രദേശത്ത് മുണ്ടക്കായ് പ്രദേശത്താണല്ലോ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസുകളും ഉള്ളത്. അപ്പോൾ അവിടുന്ന് അത് കിട്ടാനുള്ള പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഈ മൃതശരീരങ്ങൾ ഏകദേശം ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂർ വരെ എത്തിയ സ്ഥിതിക്ക് അവിടെ എത്രയുണ്ട് ഇവിടെ എത്രയുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് പുഴകളിൽ എത്രയുണ്ട് എന്നൊന്നും നമുക്ക് നിയമിക്കാൻ പറ്റുന്നതല്ല. ശരി, ശ്രീ സതീഷ് ഗോപി, ഇപ്പോൾ നാസർ അദ്ദേഹം മേപ്പാടി പഞ്ചായത്ത് അംഗം കൂടിയാണ്. അദ്ദേഹം അവിടെ സജീവമായിട്ട് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഇപ്പോഴും അദ്ദേഹം സജീവമായിട്ട് അവിടെയുണ്ട്. ഈ നേരത്തെ ഒരു ഗ്രാഫിക്സ് കാർഡ് കണ്ടിരുന്നുവല്ലോ, ഏകദേശം അതിൽ പറയുന്ന അതേ കണക്ക് തന്നെയാണ് നാസർ പറയുന്നതും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജില്ലാ ഭരണകൂടം പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ നാസർ പറയുന്ന കണക്കെന്ന് വെച്ചാൽ ഈ 3 വാർഡുകളിലും ഉണ്ടായിരുന്ന ആളുകളുടെ കണക്കാണ്, അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരുടെ കണക്കാണ്, താമസിച്ചിരുന്നവരുടെ കണക്കാണ്, അവരിൽ നിന്ന് കാണാതായവരുടെയാണ്. പക്ഷേ വെളിയിൽ നിന്ന് വന്ന ആളുകൾ, അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികൾ, ഇവരെയെല്ലാം കണക്ക് കൂട്ടിയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടവും പോലീസും അതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കണ്ടെത്തുക എന്നുള്ളത് വീണ്ടും വലിയൊരു ഭഗീരഥ പ്രയത്നം എന്ന് തന്നെ പറയേണ്ടി വരും. അതെ മഞ്ജുഷ്, ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു മഹാദുരന്തം നടന്നിട്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 5 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസം നമ്മൾ ഈ ദിവസം അവസാനിക്കാൻ പോകുന്നു. ഇവിടെ ഇന്ന് ഉച്ചയ്ക്കുള്ള വാർത്തയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് 400 പേരിൽ കൂടുതൽ കാണാനില്ല എന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞതായിട്ട് ADGP അറിയിച്ചിരിക്കുന്നു. ആ വാർത്ത അവിടെ വന്നു. എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, മരണസംഖ്യ 300-ലേറെ കഴിഞ്ഞു. ഇവിടെ കാണാതായവരുടെ എണ്ണം നമ്മുടെ വാർഡ് മെമ്പർ അദ്ദേഹം പറഞ്ഞതുപോലെ എത്ര പേരാണെന്ന് കണക്കാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം വിട്ടുപോയി, ഇവിടെ തോട്ടം മേഖലയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ടെന്നോ അതിലെത്ര പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നോ ഉള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഇവിടെ പിന്നീട് മിലിറ്ററിയുടെ അതുപോലെയുള്ള ദുരന്ത നിവാരണ സേന, അത് അവരുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെ അവരിപ്പോൾ വിലയിരുത്തുന്നത് മാധ്യമ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇനി തെരച്ചിൽ നടത്തിയിട്ട് വലിയ ഫലമില്ല എന്നുള്ള രീതിയിൽ പോകുന്നു. ഈവൻ ദെൻ എന്നിരുന്നാലും എവിടെയെങ്കിലും ജീവൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു പ്രാഥമിക ധർമ്മം ഈ ദുരന്ത നിവാരണ സേനയ്ക്കുണ്ട്. അവർ ചെയ്യട്ടെ. GPR എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിനും ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ കൊണ്ട്, അത് ലിമിറ്റേഷൻസ് മാത്രമല്ല, ഏറ്റവും ദുർഘടമായ ഒരു പ്രദേശം, കാലാവസ്ഥ പ്രതികൂലം. വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പ് തന്നെ 3 മണി 4 മണിയാവുമ്പോഴും കോടമഞ്ഞിറങ്ങി വിസിബിലിറ്റി തീരുന്നു. അങ്ങനെ അതീവ ദുർഘടം പിടിച്ച ഒരു മേഖലയും, അതിനൊപ്പം തന്നെ ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം ആ ഭാഗമെല്ലാം ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചെളിയും കല്ലും കരിങ്കല്ലും കൊണ്ട് ജനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അത്ര ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അതായത് പുനരധിവാസം. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നമുക്ക് കെട്ടിടങ്ങൾ കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ള കെട്ടിടത്തിൽ അവരെ പുനരധിവസിപ്പിക്കേണ്ടി വരും. ഇത് ദുരന്തത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ആലോചിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അതായത് ദുരന്തം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെയുള്ള ആൾക്കാരെ ഒഴിവാക്കി അവർക്കൊരു പിന്നീട് ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ പണിത് അവിടെ അവരെ സുരക്ഷിതമായി പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു മരണം പോലും നടക്കാതെ നമുക്കത് ഒഴിവാക്കാമായിരുന്നു. നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒറീസയിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി. ഒറീസയിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടായപ്പോൾ 10,000 പേരോളം മരണപ്പെട്ടു. പക്ഷേ അടുത്ത പ്രാവശ്യം അതേ രീതിയിലൊരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടായപ്പോൾ അവിടെ നേരത്തെ തന്നെ
പിന്നീട് മാറ്റിപ്പാർപ്പിക്കേണ്ട ആൾക്കാരെ എല്ലാം മാറ്റിപ്പാർപ്പിക്കുകയും ഏർലി വാർണിംഗ് സിസ്റ്റം അനുസരിച്ച് അവിടുത്തെ ഭരണകൂടം അവിടുത്തെ ഉള്ള ആൾക്കാരെ മൊത്തം മാറ്റി അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്തതുകൊണ്ട് ഒരേ ഒരു മരണമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഒറ്റ മരണമാണ്. ഒരേ ഒരു ഇവിടെ അത് മരണം മാത്രമേ സാധ്യമാകുന്ന കാര്യമായിരുന്നോ? കാരണം ഇത്രയും ഈ മാത്രമല്ല അവിടെ ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുടെ കാര്യം ഒരു പ്രവചനത്തിൽ പോലും വന്നിരുന്നില്ല. അത് മാത്രമല്ല ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ അവരെ സാധാരണയായിട്ട് മഴ കനക്കുന്ന സമയത്ത് ഈ ഓറഞ്ച് അലർട്ട് മുതൽ റെഡ് അലർട്ട് വരെ ഉള്ള സമയത്ത് മാറ്റി പാർപ്പിക്കാറുണ്ട്. കുറെ ആളുകൾ വേറെ വീടുകളിലേക്ക് പോകുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നാസറിനെ പോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ബാബു അദ്ദേഹം ഈ ചർച്ചയിൽ വന്നിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ അവിടുത്തെ മുൻ അധ്യാപകൻ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകൻ അദ്ദേഹത്തിന് ആർ ഗോപിനാഥൻ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഉരുൾപൊട്ടലിനെ നേരിടേണ്ട ഒരു അവസ്ഥ വരികയില്ല എന്ന്. കാരണം അവിടെ അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പുത്തുമലയിൽ വന്നിരുന്നു 5 വർഷം മുമ്പ്, അത് പക്ഷേ അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഇല്ലായിരുന്നു. അതുകൂടി ഉണ്ടല്ലോ, പെട്ടെന്നൊരു സമൂഹത്തെ ആകെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല മഞ്ജുഷ്. എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു വാണിംഗ് കിട്ടുമ്പോൾ ഈ വാണിംഗ് ശാസ്ത്ര സമൂഹം കൊടുക്കുന്ന വാണിംഗാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ സയൻറ്റിസ്റ്റും അതുപോലെയുള്ള വളരെ അറിവുള്ള ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾക്കാർ അവർ കൊടുക്കുന്ന വാണിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. അത് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു മരണവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സാധാരണ ജനം നേരിടേണ്ടി വരും. അത് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ സാധാരണ അവിടെ വാർഡ് മെമ്പർ പോലെയുള്ള അവിടെ ലോക്കലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അവിടുത്തെ ലോക്കൽ ഭരണകൂടത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് വിശ്വസിക്കുന്നു. വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു, ഇതിൻ്റെ തീവ്രത ഒഴിവാക്കാമായിരുന്നു. ഇത് ഒഴിവാക്കാൻ ഒരിക്കലും ദുരന്തം ഒഴിവാക്കാൻ സാധിക്കില്ല, പക്ഷേ ദുരന്തത്തിൻ്റെ തീവ്രത നമുക്ക് വളരെയധികം മിനിമൈസ് ചെയ്യാമായിരുന്നു. ആ അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനോട് ഞാൻ നിൽക്കുന്നു. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതേപോലെ നടന്ന സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയുണ്ട്. ഒരു നാട്ടിലെ ആൾക്കാരെ മൊത്തം ഒഴിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കടലാക്രമണ ഭീഷണി വന്നപ്പോഴും അതിശക്തമായ കൊടുങ്കാറ്റ് വന്ന് ഇത്ര മീറ്ററിന് മേൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്തുള്ള ജനങ്ങളെ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഈ മേഖല പരിസ്ഥിതി അതിലോല മേഖല അത് വളരെ എന്താ പറയുന്ന ഫ്രജൈൽ സോണാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. കാരണം അതിൻ്റെ തൊട്ടടുത്ത് 2-3 കിലോമീറ്ററിനപ്പുറത്താണ് ഇതേപോലെയുള്ള ദുരന്തമുണ്ടായി കുറേ പേർ മരണപ്പെട്ടത്. ഇത് വളരെ കൃത്യമായിട്ട്, അതായത് നമ്മളിപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി, കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ആ ദുരന്ത നിവാരണ അതോറിറ്റി, നമ്മുടെ സ്റ്റേറ്റിൻ്റെ അതോറിറ്റി വളരെ കാര്യമായിട്ട് എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല എന്നും സെൻട്രലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യുന്നതിലും ആൾക്കാർക്ക് ആ ഇൻഫർമേഷൻ, ജനങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നതിലുമൊക്കെ കുറേയധികം വീഴ്ച വന്നു എന്നൊക്കെയുള്ള തരത്തിൽ നമുക്ക് ന്യൂസ് വരുന്നുണ്ട്, വിമർശനങ്ങളും വരുന്നുണ്ട്. നമ്മൾ വളരെ കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാമെന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദുരന്തം വന്ന് കഴിഞ്ഞതിന് ശേഷം ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു. അത് നമ്മൾ പ്രാഥമിക കർത്തവ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഡെഡ് ബോഡീസ് എല്ലാം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചിന്തിക്കുന്നു ഇവരെ എവിടെ പുനരധിവസിപ്പിക്കാം, ഇവരുടെ വീടുകളെല്ലാം പോയി, ഇനി ഇവരെ ഈ പിന്നീട് സ്ട്രീമിൻ്റെ തീരത്ത് നിന്ന് അല്ലെങ്കിൽ നദിയുടെ തീരത്ത് നിന്ന് അതിൻ്റെ ബഫർ സോൺ വിട്ട് അവരെ ഇനി കൺസ്ട്രക്ട് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് യോജിക്കാൻ കഴിയാത്തത്. പക്ഷെ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം വരാം. എങ്ങനെയാണ് പുനരധിവാസം ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി പുനരധിവാസമാണല്ലോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു. അതിൽ വി.ഡി. സതീശൻ നേരിട്ട് ചുമതല വഹിക്കുന്ന 25 വീടുകളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന്
അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നന്ദി അറിയിച്ചിട്ടുമുണ്ട് ആ കാര്യത്തിൽ. ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് 50 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ് 50 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇന്നലെ പറയുമ്പോൾ ഇപ്പോൾ 50 പറയാണ്, അത് ചിലപ്പോൾ വർദ്ധിച്ചേക്കാം എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. നാസർ, ഇങ്ങനെ ഈ രീതിയിലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എവിടെ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ തന്നെ ആണ് സർക്കാരിന്റെ മനസ്സിൽ ഉള്ളത് എന്ന്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അവരെ എവിടെ, ഈ ബാക്കിയുള്ള ആളുകളെ എവിടെ താമസിപ്പിക്കും എന്നതിനെ കുറിച്ച്? അതായത് അവരെ എവിടെ താമസിപ്പിക്കുന്നു കുറിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ് എല്ലാവരും വീട് കൊടുക്കാനും സ്ഥലം കൊടുക്കാനും ഓരോരുത്തർ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ മുന്നോടിയായിട്ടുള്ളതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പുനരധിവാസം സാധ്യമാകുന്നത് വരെ ഇവരെ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പ് അനിയതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ക്യാമ്പുകളിൽ നിന്ന് മാറ്റുമ്പോൾ ഇവരെ വാടക വീടെടുത്ത് അവിടേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ ഇതിൻ്റെ ഇടയിലുണ്ട്. അവർക്ക് വാടക കൊടുക്കേണ്ടി വരും, അവർക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. ഈ 10 നമ്മളിപ്പോൾ നേരത്തെ കണക്ക് പ്രകാരം ഒരു 350 വീട്ടുകാരെ മാറ്റുമ്പോൾ അവരെ മാറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും ഫസ്റ്റായിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമ്മളെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അത് കഴിഞ്ഞാൽ പുനരധിവാസം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വീടുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ടൗൺഷിപ്പിനുള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും നോക്കിയിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുക. ആ മാറ്റിപ്പാർപ്പിക്കുന്ന അവർക്ക് അവിടേക്ക് വീടുകൾ സാധ്യമാകുന്നത് വരെ ഇവരെ ഈ പിന്നെ ഒരു വാടക വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഇതിനു മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് ആ വീടുകൾ കണ്ടെത്തണം, അവർക്ക് ആ വീടുകളിലേക്കുള്ള വാടക നമ്മൾ കണ്ടെത്തണം, അവർക്ക് ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആവശ്യമായ വീട്ടുപകരണങ്ങളും സാധനങ്ങളും നമ്മൾ കണ്ടെത്തണം. ആ പ്രക്രിയയാണ് നമ്മളിതിന് ഏറ്റവും മുന്നിൽ ആദ്യമായിട്ട് കാണുന്നത്. ശരി, അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മുൻ അനുഭവങ്ങളും ഉണ്ടല്ലോ പുത്തുമലയിൽ പക്ഷേ ഇത്രയും ആളുകളെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ എന്റെ മുന്നിൽ സംസാരിച്ച ആ വ്യക്തി പറഞ്ഞതിന്റെ പേര് മൊത്തത്തിൽ മാറ്റിപ്പാർപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ആ 29-ാം തീയതി പിന്നെ 29-ാം തീയതി രാവിലെ 5:30 മണി മുതൽ നമ്മൾ അവിടെ പോയിട്ടുണ്ട്. പുത്തുമലയില് വെള്ളം കയറി ഒരു പ്രദേശത്ത് പോയിട്ട് അവിടെ മാറ്റിപ്പാർപ്പിച്ച് ഞാൻ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എന്റെ സഹപ്രവർത്തക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ക്ഷേമകാര്യത്തിന്റെ സ്റ്റാൻഡിംഗ് ചെയർമാൻ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. പുത്തുമലയിലെ ഇപ്പൊ മുണ്ടക്കയിലെ ഈ പുഞ്ചിരിമട്ടത്ത് അവിടെ ട്രൈബൽ പിന്നെ കോളനി ഉണ്ട്. ആ ട്രൈബൽ കോളനിയിലുള്ള 15ഓളം ആളുകളെ ഞങ്ങൾ മാറ്റി താഴെപ്പോ നമ്മൾ അവിടെയും പ്രളയത്തിലുണ്ട്. ആ ചൂരമല സ്കൂളിലേക്ക് മാറ്റി അവിടെ നമുക്ക് ഉണ്ടാവുമെന്ന് സാധ്യതയുള്ള പുഞ്ചിരിമട്ടം പ്രദേശത്തുള്ള ജനറൽ ഭാഗത്തുള്ള ആളുകൾ അവരെ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊക്കെ അന്നിച്ചില്ല. പക്ഷെ നമുക്ക് ദുരന്ത നിവാരണത്തിന് മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ മഴ കണക്കുമ്പോൾ നേരത്തെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ മഴ കണക്കുമ്പോൾ മേപ്പാടി വയനാട് ജില്ലയിലുള്ള ആളുകളെ പിന്നെ ഈ ശരി, സൗണ്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയുടേതായിട്ടൊരു തീരുമാനം വന്നിട്ടുണ്ട്. ശ്രീ എസ് ഡിന്നി, ആ തീരുമാനം ഇങ്ങനെയാണ്: ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ എന്നുള്ളതാണ്. ചൂരൽമല, മുണ്ടക്കൈ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും ഇങ്ങനെയുള്ള തെരച്ചിൽ നടത്തുക. ഉരുൾപൊട്ടലിൽ ഈ പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ചയും വ്യത്യാസവും മനസ്സിലാക്കി ഈ പരിശോധന ശക്തമാക്കുമെന്നാണ്. അതിനുവേണ്ടി NDRF ഉണ്ടാകും, അതുപോലെ തന്നെ ആർമിയുടെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാകും, ഡോഗ് സ്ക്വാഡ് അതിനുവേണ്ടി ഉണ്ടാകും, പിന്നെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഫയർഫോഴ്സും തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഗ്രൂപ്പും മെഡിക്കൽ ടീമും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം കൂടിയുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പരിശോധനയാണ് ഇതിനും നടത്തുക. അപ്പോൾ ഈ ഡ്രോൺ പരിശോധനകൾ തുടരും എന്ന് തന്നെയാണ്. അത് ഉദ്ദേശിക്കുന്നത് ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് കൂടിയാണല്ലോ, അല്ലേ? അതായത് മണ്ണിനടിയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തുക എന്നുള്ളത് അല്ലേ? അത് അപ്പോൾ തുടരാൻ തന്നെയാണ് തീരുമാനം, ഡിന്നി? അതെ 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 തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു തീരുമാനത്തിൽ. ഒന്ന്, ശ്രീ മഞ്ജുഷ് പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. ഐബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നേരത്തെ അർജുന്റെ കേസിൽ കണ്ട പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള
മൂവ്മെന്റോ അതോ എന്തെങ്കിലും രീതിയിലുള്ള മണ്ണിൽ താഴെ എന്തെങ്കിലും ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തും. രണ്ടാമതായിട്ട് ഈ ദ്രോൺ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നദിയുടെ രണ്ട് ഭാഗത്തും കാടാണ്, അല്ലെങ്കിൽ അവിടെ ചില സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ആ പ്രദേശങ്ങളിൽ ദ്രോൺ വെച്ചിട്ട് നമുക്ക് സർവൈലൻസ് നടത്തി അല്ലെങ്കിൽ അവിടുത്തെ ആ ഏരിയ കണ്ടെത്തി അവിടെ എന്തെങ്കിലും മൂവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മനുഷ്യന്റെ എന്തെങ്കിലും രീതിയിലുള്ള റിമൈൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മൂന്നാമതായിട്ട് അവർ തന്നെ പറഞ്ഞ ഈ മണ്ണിന്റെ ഈ മാറ്റം, കാരണം അതിന് റീഹാബിലിറ്റേഷന് വരുമ്പം ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രമാത്രം മാറ്റം ഏതൊക്കെ ഏരിയയിൽ ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്ന അവരെ വീണ്ടും ഒരു പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റും അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അതിനുവേണ്ടിയുള്ള പഠനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ എങ്ങനെയായിരുന്നോ ഇപ്പോഴെങ്ങനെയാണ് എന്നുള്ള ആ സ്ഥിതി വെച്ച് കമ്പയർ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. മണ്ണിന്റെ അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രമാത്രം പാറകൾ വന്ന് അവിടെ അടിഞ്ഞിട്ടുണ്ട്, നേരത്തെ ആ വീടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ എങ്ങനെയാണ്. കാരണം ഇപ്പൊ ഈ റിപ്പോർട്ട്സ് എല്ലാം ചെയ്തില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പം അതിനൊരു ടൈം ലാഗ് വരും, പിന്നീട് റീഹാബിലിറ്റേഷൻ അത്രമാത്രം ഡിലേ ആവും. അപ്പൊ എനിക്ക് തോന്നുന്നു അതെല്ലാം വെച്ചിട്ട് തന്നെ ആയിരിക്കും, അതായത് ആർമി ചെയ്യേണ്ട കാര്യങ്ങൾ ആർമിയുടെ ഭാഗത്തു നിന്നാലും ബാക്കിയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഐ തിങ്ക് റവന്യൂ ആയാലും ശരി മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയാലും അവരും എനിക്ക് തോന്നുന്നു സൈഡ് ബൈ സൈഡ് ആയിട്ട് തന്നെ അത് തുടങ്ങിയാണ്. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലെന്ന് തോന്നുന്നു, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് തുടങ്ങാന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഫസ്റ്റ് ഫോക്കസ് ഇപ്പോഴും ആരെങ്കിലും എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ലാൻഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇനിയും ദിവസങ്ങൾ എടുത്ത് ചെയ്യേണ്ടതല്ലേ? കാരണം ഈ കൂറ്റൻ പാറക്കല്ലുകൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ കുറെ സമയം എടുക്കും. കാരണം അത് പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം ഒരു ചെറിയ ഏരിയ തന്നെ ക്ലിയർ ചെയ്യണമെങ്കിൽ എത്രമാത്രം ദിവസങ്ങൾ നമ്മൾ എടുത്തതെന്ന് അറിയാം. അപ്പൊ ഇതിപ്പം എത്രയോ ഏരിയ ഉണ്ട്, അപ്പൊ ആ ഏരിയ മൊത്തം ക്ലിയർ ചെയ്യാൻ ധാരാളം സമയം എടുക്കും. പക്ഷെ ഇപ്പോഴും കാരണം ഇന്ന് 5ാം ദിവസമാണ്, ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴും ആർമിയെ സംബന്ധിച്ചോളം ആക്ച്വലി NDRFനെ സംബന്ധിച്ചോളം അവര് നോക്കുന്ന എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ, എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ സ്റ്റക്ക് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ദ്രോൺ വെച്ചിട്ട് അത് നാളെ മറ്റന്നാളുമായിട്ടൊക്കെ 2 ദിവസം ചെയ്യുമ്പോൾ ആ ഒരു ചാൻസ് അങ്ങനെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെയും ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് പരിശോധന നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്, ഐബോർഡ്സ് അണ്ടർടേക്സ് ട്രയൽ റൺ അറ്റ് ഗ്രൗണ്ട് സീറോ ടു ചെക്ക് പ്ലാറ്റ്ഫോം ഫിറ്റ്നസ് ആൻഡ് ഡേറ്റ ക്വാളിറ്റി, ഓപ്പറേഷണൽ ഡിപ്ലോയ്മെന്റ് ടുമാറോ. അപ്പോൾ നാളെ മുതൽ അത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്കും പോവുകയാണ്. പോവും തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അവര് തെർമൽ ഇമേജിംഗ് കൂടി ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, തെർമൽ ഇമേജർ വെച്ച് ഗ്രൗണ്ടിന് താഴെ ഏതെങ്കിലും രീതിയിലുള്ള ബോഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ എനിക്കറിയാം 5-6 ദിവസം കഴിയുമ്പോൾ അതിന്റെ ചാൻസസ് കുറവാണ്. പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, അത് 0.001% ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കും പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് നിർത്തുന്നു അല്ലെങ്കിൽ സെർച്ച് ഇനിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഫിസിക്കലി അവരെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഫിസിക്കലി ചെയ്യുന്നതിന്റെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തൊട്ടേ ആ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു തീരുമാനം അതേ ഡയറക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ടെക്നോളജി വെച്ച് ഇനി മനുഷ്യൻ എത്താൻ പറ്റാത്ത സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ, അത് ചിലപ്പം മലയുടെ മുകളിലാവാം, കാട്ടിലാവാം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഈ സർഫേസിന് താഴെയാവാം, അത് പുഴയുടെ ഉള്ളിലാവാം അല്ലെങ്കിൽ സൈഡിലാവാം. അങ്ങനെ എവിടെ ആയാലും ശരി, അത് ഏതെങ്കിലും ഇടിഞ്ഞു പോയ വീടുകളുടെ ഉള്ളിലാവാം. അപ്പൊ ആ ഏരിയയിലെല്ലാം സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ഇവിടെ ഇൻ സ്പെസിഫിക് ഡ്രോൺ ബേസ്ഡ് ആയിട്ട് ഒരു സെർച്ച് നടത്തി, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിൽ ദെൻ അറ്റ്ലീസ്റ്റ് ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു മെക്കാനിസം ഉപയോഗിച്ചില്ല എന്ന്, അല്ലെങ്കിൽ ആ മെക്കാനിസം നമ്മൾ ഉണ്ടായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരത്തില്ല. കാരണം അത് തന്നെയാണ് അതിന്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ വെച്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീ നാസർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് അവിടെ കുറേയേറെ പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുവാനായിട്ട് ഈ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നുവല്ലോ. എന്താണ്, താങ്കൾ പൂർത്തിയാക്കിക്കോളൂ. ഓക്കെ ആയിട്ടില്ല. ശ്രീ സതീഷ് ഗോപി, അപ്പോൾ അവിടെ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു കേട്ടോ ആ ദിവസങ്ങളിൽ. കാരണം 29-ാം തീയതിയിലെ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അന്ന് നല്ല മഴ അവിടെ പെയ്തിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ ഒരു ഇടപെടൽ വന്നതാണ്. പക്ഷേ മഞ്ജുഷ്, എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് തീവ്രത കുറച്ചുകൂടെ കുറയ്ക്കാമായിരുന്നു. ഇതൊരു ശുഭാപ്തി വിശ്വാസം മാത്രമാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇപ്പോൾ കുറച്ചു മുമ്പേ പറഞ്ഞു,
വീടുകൾ ഇത്ര വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീടുകൾ കെട്ടി അതിന് പൂർത്തീകരിക്കുവാൻ കുറച്ച് സമയമെടുക്കും. അതായത് ഒരു 4 മാസമോ 5 മാസമോ എടുക്കും. അതുവരെ ഇവരെ എവിടെ പാർപ്പിക്കണം, ഇവരുടെ പുനരധിവാസം എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാവണം. അവർക്ക് ശ്രീ മെമ്പർ പറഞ്ഞതുപോലെ അവർക്ക് വാടക കൊടുത്ത് താമസിക്കത്തക്ക രീതിയിൽ അവരെ പുനരധിവാസം എന്ന് പറയുമ്പോൾ അവരുടെ ജീവനോപാധി കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്, അവരെ ആ മേഖലയിൽ നിന്നും വളരെ ദൂരെ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അവരുടെ പുനരധിവാസം സാധ്യമാക്കണം. ഈ അവർക്ക് നിർമ്മിച്ച് നൽകാമെന്ന് കുറേ സന്മനസ്സുള്ള ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ എല്ലാം നമുക്ക് സ്വാഗതം ചെയ്യണം. എല്ലാ സഹായവും ഇപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. കിട്ടാവുന്ന എല്ലാ സഹായവും സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് ഈ ആൾക്കാർക്ക് റിലീഫ് കൊടുക്കണം. പക്ഷേ അവരെ ഒരു വീട് കെട്ടി തീരും വരെ അവരെ നമുക്ക് പുറത്ത് നിർത്താൻ ഒക്കില്ലല്ലോ. അവർക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വേണം. ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ ഇതിനൊന്നും ഒരു കുറവും സംഭവിക്കാതെ ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് പോകണം. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം. അതിൽ ഒരു പാളിച്ചയും സംഭവിക്കാതെ അത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറയുന്നത് ദുരന്തശേഷം ദുരന്ത മേഖലയെ വളരെയധികം ഡെപ്തിൽ പഠനവിധേയമാക്കേണ്ടതുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ദുരന്തം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അവിടെ പോയി പഠനവിധേയമാക്കിയിട്ട് കാര്യമില്ല. അവിടെ പഠനവിധേയമാക്കണം. അതിനൊരു ശാസ്ത്ര സമൂഹം വേണം. അവിടുത്തെ മണ്ണിൻ്റെ മാറ്റം, ടെറൈനിൻ്റെ വ്യത്യാസം, ടെറൈനിൽ വന്നിട്ടുള്ള മാറ്റം, ആ പാറക്കെട്ടുകളെല്ലാം മാറ്റി അവിടെയെല്ലാം സഞ്ചാരയോഗ്യമാക്കണം. ആ ചെളിയെല്ലാം മാറ്റി അവിടെ ആൾക്കാർക്ക് നടന്നു പോകത്തക്ക രീതിയിലാക്കണം. അപ്പോൾ ആ ടെറൈൻ മുഴുവൻ എൻ്റെയർ ടെറൈൻ പഠനവിധേയമാക്കണം. ഇനി അടുത്ത ഒരു ചെറിയ മഴയ്ക്ക് ഉരുൾപൊട്ടൽ ആ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ, അതായത് ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യമാണ്. മിറ്റിഗേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ പിന്നീട് അതിന് ഉണ്ടാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ അഥവാ ഉണ്ടായാൽ അതിൻ്റെ ആഘാതം ലഘൂകരിക്കുന്നതിനേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് മാത്രമല്ല, ഒരു ദുരന്തം, ഇനി ഒരു ചെറിയ ദുരന്തം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് അഭിമുഖീകരിക്കാൻ അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സിസ്റ്റവും, അതായത് ലോക്കൽ ഗവൺമെൻറ്റും തയ്യാറായിരിക്കണം, മാക്സിമം തയ്യാറായിരിക്കണം. അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് അവർക്ക് വസ്ത്രം, മരുന്ന്, അവർക്ക് വേണ്ട വൈദ്യസഹായം, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം മുൻഗണന കൊടുത്തുകൊണ്ട് 1 by 1 ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് മുന്നോട്ട് പോകണം. ഇത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു പാളിച്ച ഇതിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. അത് മാത്രമല്ല, ശ്രീ മാധവ് ഗാഡ്ഗിൽ നൽകിയ റിപ്പോർട്ടിൽ ഇനി പരിസ്ഥിതി അതിലോല പ്രദേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഉണ്ട്, നമ്മുടെ മേഖലയിലുണ്ട്, അവിടെ നമ്മൾ മുൻകരുതലുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കണം. ഓരോ സ്ഥലത്തും നമുക്ക് കുറഞ്ഞത് ഓരോ സ്ഥലത്തും 10-40 വോളണ്ടിയർമാർക്ക് ട്രെയിനിങ് കൊടുത്ത്, അത് അവിടുത്തെ നാട്ടുകാരായിരിക്കണം. നാട്ടുകാർക്ക് മാത്രമേ ഈ നാട്ടുകാരോട് ഇൻട്രാക്ട് ചെയ്ത് അവർക്ക് ആ ടെറൈനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ മൊത്തം ഏരിയയെക്കുറിച്ച്, ജോഗ്രഫിക്കൽ ഏരിയയെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ആ മേഖലയിൽ നിന്ന് തന്നെ, ഓരോ മേഖലയിൽ നിന്ന്, അതായത് ദുരന്തം ഉണ്ടാകാൻ ചാൻസ് ഉള്ള മേഖലയിൽ ഒരു 10-40 പേരെ ചെറുപ്പക്കാരെ സംഘടിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, ഒരു ദുരന്തം വന്നാൽ അവർ വോളണ്ടിയറായിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഫ്രണ്ടിൽ ഉണ്ടാകാത്ത രീതിയിൽ അവർ ജനങ്ങളോട് പറഞ്ഞാൽ ഇത് ദുരന്തം വരാൻ പോകുകയാണ്, നിങ്ങൾ പെട്ടെന്ന് മാറിക്കോണം. ആ മാറി അവർക്ക് പോകാൻ ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററോ അതുപോലെയുള്ളൊരു സുരക്ഷിത സ്ഥാനവും ഒരുക്കണം. അവർക്ക് ഭക്ഷണം, വസ്ത്രം, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂറായി കരുതണം. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ പോയാൽ മാത്രമേ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന ആൾക്കാരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ. ശരി, ഇത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ശ്രീ സതീഷ് ഗോപി. ശ്രീ നാസർ, ഈ പ്രദേശത്ത് തന്നെ ഒരു പുനരധിവാസം സാധ്യമാകുമോ ഇല്ലയോ എന്നതിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൃത്യമായ ബോധ്യമുണ്ടല്ലോ, അല്ലേ? ആ പ്രദേശത്തിന് പുനരധിവാസം യോഗ്യമല്ല. ആ പ്രദേശത്തിന് പുനരധിവാസം യോഗ്യമല്ല. അവർ ആ പ്രദേശത്ത് മറ്റു മേപ്പാടിയിലെ
മേപ്പാടി പഞ്ചായത്തിലാണ് അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉറ്റവർ പോയി ഉടവർ പോയി ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ. അപ്പൊ മേപ്പാടിയിൽ തന്നെ അവരെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ടൗൺഷിപ്പ് പോലെ അവരെ ക്രമീകരിക്കണം. ആ പ്രദേശത്ത് ഒരു പുനരധിവാസം സാധ്യമല്ല. താങ്കൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്, അത് ഓരോ സമയത്തും അങ്ങനെ ഉണ്ട് എന്ന്. ഈ നിങ്ങൾക്ക് നേരെ കൂടി ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത്. പൂർത്തിയാക്കിക്കോളൂ. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ആ പ്രദേശത്ത് പോയിരുന്നുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർമാർ അവരുടെ മഴ കൂടുതലുണ്ട്, പക്ഷേ ജില്ലയിൽ അന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈ പ്രദേശത്താണെന്ന് പറയുന്നു. പക്ഷെ ജില്ലയിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷനും ഉണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴ കനക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നമ്മൾ ആ പ്രദേശത്ത് പോവുകയും ആ പ്രദേശത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ പോകുന്നു. പിന്നെ എല്ലാവരോടും നമ്മൾ പറയുമ്പോൾ ജനങ്ങളുടെ നിസ്സംഗത ഉണ്ട്. കാരണം അത് അത്രക്ക് വലിയ മഴ ഒന്നുമില്ല എന്നുള്ളൊരു നിസ്സംഗത ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ട്രൈബൽ വിഭാഗത്തെയും ആ പ്രദേശത്തുള്ള ആളുകളെയും നമ്മൾ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ അന്ന് ജില്ലാ ദുരന്ത നിവാരണം ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചത് അഡ്വഞ്ചർ ടൂറിസങ്ങളും റിസോർട്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിടണമെന്നുള്ള ആ തീരുമാനം വന്നപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അന്ന് 29-ാം തീയതി ഉച്ചയോടുകൂടി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്ത് ആ ഭാഗത്തുള്ള റിസോർട്ടുകളും ഹോം സ്റ്റേകളും വില്ലകളും അടച്ചിടണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് മരണസംഖ്യ നമുക്ക് വീണ്ടും കുറക്കാൻ കഴിഞ്ഞത്. അവിടേക്ക് വന്ന ആളുകൾ ഞങ്ങൾ തിരിച്ചു പ്രസിഡന്റ് അടക്കമുള്ള ഞങ്ങൾ തന്നെ ഒരു ബസ് അവിടുന്ന് തിരിച്ചുവിട്ടിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ആ ആളുകള് ആ തിരിച്ചു പോയതിനു ശേഷം എനിക്ക് തന്നെ മെസ്സേജ് വിട്ടിട്ടുണ്ട്, ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ താങ്കളാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പഞ്ചായത്ത് അതിന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യതയോടുകൂടി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മൾ മാറ്റിപ്പാർപ്പിച്ച് കൊടുന്നെടുത്തിയത് ചൂരമല സ്കൂളിലാണ്. ആ സ്കൂൾ അവിടെ ഇല്ല. ആ സ്കൂളിന്റെ പകുതിയിലേറെ ഭാഗം പിന്നെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ആ സ്ഥലത്താണ് നമ്മളവിടെ മാറ്റിപ്പാർപ്പിക്കുന്നത്. അപ്പൊ ജനപ്രതിനിധികള് ആ ഭാഗത്തുള്ളവര് നടത്തേണ്ട ഉത്തരവാദിത്വം വ്യക്തമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ പുലർച്ചെ 5:30 മണിക്കാണ് മേപ്പാടിയിൽ നിന്ന് പോകുന്നത്. ഞാൻ മേപ്പാടിയിലാണ് താമസം, അതിന്റെ തൊട്ടപ്പുറത്തെ വാർഡിലാണ് ഞാൻ ചെയർമാൻ താമസം. അവിടുന്ന് ഞങ്ങൾ അവിടെ 5:30 മണിക്ക് പുത്തുമലയിൽ ആദ്യം എത്തുന്നത്. അവിടുത്തെ ആളുകളെ ഏലവൻ അംഗൻവാടിയിലേക്ക് ആക്കി അതിനുശേഷമാണ് പ്രസിഡന്റ് അടക്കമുള്ള ഞങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് നമുക്ക് കഴിവിന്റെ പരമാവധി അവിടെ മാറ്റാനുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ജനം എന്ത് ചെയ്തില്ല, അത് അവര് ഈ മഴ അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. അതാണ് അതിലുള്ളത്. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും ലോക്കൽ ബോഡിയും ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഉത്തമ ബോധ്യം. ശരി നാസർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ കുറച്ചു മുമ്പ് ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനമൊക്കെ വന്ന സമയത്തുള്ള ആ ഒരു പത്രക്കുറിപ്പാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ സന്നദ്ധ സേവകർ അവർ രജിസ്ട്രേഷനോട് കൂടി മാത്രമേ അങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്നാണ്. ഒരുപാട് ആളുകൾ ഈ സന്നദ്ധ സേവനത്തിന് വരുന്നത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഒരു തള്ളിക്കയറ്റമുണ്ടോ ഇക്കാര്യത്തിൽ? ഒരു തള്ളിക്കയറ്റുണ്ടോന്ന് വെച്ചാൽ ക്യാമ്പുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള തള്ളിക്കയറ്റങ്ങളുണ്ട്. കാരണം എല്ലാവരും അവരുടെ ഇത് അങ്ങോട്ട് പോകുന്നതും അവിടെ തടഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്തും പറഞ്ഞത് ആ പ്രദേശത്തുള്ളവർ വരെ അവിടെ തടയുന്ന ഒരു രൂപമുണ്ട്. കാരണം മുണ്ടക്കൈ പ്രദേശത്തുള്ള ആളുകള് ഇവിടെ ക്യാമ്പിലുണ്ട്, അവരുടെ ഉറ്റവര് പോയിട്ടുണ്ട്. അപ്പൊ അവർ തിരയുന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് തന്നെ നമ്മളെ പ്രാദേശിക ആൾക്കാർ വരെ തടഞ്ഞു നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിനിഞ്ഞാത്തെ സർവകക്ഷി യോഗത്തിൽ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അതിൽ കുറച്ച്, എന്നാലും ആ പ്രദേശത്തുള്ളവരെ വിടുന്നില്ല. അതിന്റെ ഇടക്കാണ് റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നത്. ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാ ഭാഗത്തും ഉണ്ടാക്കുന്നുണ്ട്. ശരി ശ്രീ ഡിന്നി, അതിന്ന് കണ്ടുവരുന്നത് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു എന്നാണ്. കാരണം ഈ ദുരന്തം കണ്ടുപോകുവാനായിട്ട് ആളുകൾ വരുന്നു. അത് വയനാട്ടിലൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ഈ ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ളൊരു രീതിയിലേക്ക്. അത് നമ്മൾ ആക്ച്വലി കുറച്ചൊക്കെ നമ്മൾ അർജുന്റെ കേസിലും കണ്ടതാണ് ശ്രീ മഞ്ജുഷ്. ഐ തിങ്ക് അവിടെയും ഇതേപോലുള്ള ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം പല ഭാഗത്തു നിന്നുണ്ടായി. ഇവിടെയും നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം ചെയ്യേണ്ട ആളുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഈ 5 ദിവസമായിട്ട് അവരവിടെ ചെയ്യാനുള്ളവരെല്ലാം വളരെ ബുദ്ധിമുട്ടും സ്വന്തം ആർമി ആയാലും ശരി ബാക്കിയുള്ള ആളുകളായാലും ശരി അവിടെയുള്ള അവരെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ കുറെ പേര് അവരുടെയൊക്കെ സെൽഫി എടുക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ മാത്രമേ സാധിക്കൂ. നേരത്തെ ശ്രീ
നമ്മുടെ ആ മെമ്പർ പറഞ്ഞ പോലെ അവിടുത്തെ ആളുകൾക്ക് പോലും അത് ബുദ്ധിമുട്ടാവും. കാരണം അവരുടെ ആളുകളെ പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് മാറ്റും. കാരണം ഇതെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും അവിടെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷൻസ് ചെയ്യാനും. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല ശ്രീ മഞ്ജുഷ്. എവിടെ ആയാലും ഇതൊരു ഫസ്റ്റ് 4-5 ഡേയ്സ് ഒരു കൺഫ്യൂഷനും, ആദ്യത്തെ 4-5 ദിവസം യഥാർത്ഥത്തിൽ സേവനം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ തന്നെ ആയിരിക്കും ആദ്യം വരുന്നവർ. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നവരെല്ലാം ഈ എന്തെങ്കിലുമൊക്കെ അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സെൽഫി എടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നവർ, ഈ ടൂറിസത്തിന് വേണ്ടി വരുന്നവരായിരിക്കും കൂടുതൽ. അപ്പൊ അവരെ തടയുക എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് വേണ്ടി മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അവര് ചെന്ന് എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ നമ്മളെ ഈ ഉള്ള റിസോഴ്സസ് അങ്ങോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് തോന്നുന്നു പോലീസിന് വലിയൊരു റോളുണ്ട്. അവര് ഈ ആരെയാണ് ആവശ്യം അവരെ മാത്രം കയറ്റി വിടുക, ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു എന്താ പറഞ്ഞ ആ യോഗ്യതയുള്ള ആളുകളെ മാത്രം അങ്ങോട്ട് പറഞ്ഞേക്കുക. അല്ലാതെ എല്ലാവരുടെക്കും അങ്ങനെ പോകേണ്ട കാര്യം ഇപ്പൊ ഇല്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ട് ഉണ്ടാക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽപ്പിന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അവർക്ക് സാധിക്കില്ല. ശരി, ശ്രീ സതീഷ് ഗോപി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ ഈ ആളുകളുടെ തള്ളിക്കയറ്റം എന്ന് പറയുന്ന ഒരു പ്രശ്നമാവുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പലപ്പോഴും പാളുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാസർ തന്നെ പറഞ്ഞു അവർക്ക് കൃത്യമായിട്ട് വിവരം കിട്ടുന്നില്ലല്ലോ. ജില്ലാ തലത്തിൽ കിട്ടുന്നുണ്ടാവും, പക്ഷേ ഗ്രൗണ്ട് ലെവലിലേക്ക് വരുന്നില്ല. ഇപ്പോൾ പഞ്ചായത്ത് തിരിച്ചുള്ള കാലാവസ്ഥാ വിവര കണക്കുകളില്ല. അല്ല, അത് ശരി തന്നെയാണ്. കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത് ഒരു ഫോർകാസ്റ്റിംഗ് ആണ്. അതിലൊരു 30-40% എറർ വന്നേക്കാം. അതൊരു പ്രോബബിലിറ്റിയാണ്. പക്ഷേ പിന്നീട് നമുക്ക് ഇക്കാര്യത്തിൽ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അവർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പും പിന്നീട് പാർലമെൻറ്റിൽ നമ്മുടെ ആൾക്കാർ, അതായത് ശ്രീ അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാലാവസ്ഥ പിഴച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ മാറ്റുന്നില്ല. കാരണം ഇവിടെ അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു ആർട്ടിക്കിൾ ബേസ് ചെയ്ത് നമുക്ക് പറയാം. അവിടെ ഒരു NGO ഉണ്ട്. ആ NGO അവിടെ 200-ലേറെ സ്റ്റേഷൻസ്, അതായത് വെതർ സ്റ്റേഷൻസ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് തിങ്കളാഴ്ച, അതായത് ഈ ദുരന്തം നടക്കുന്നതിൻ്റെ തലേദിവസം രാവിലെ 9 മണിക്ക് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 600 മില്ലിമീറ്റർ, അതായത് 60 സെൻറ്റിമീറ്റർ വരെ മഴ രേഖപ്പെടുത്താൻ ചാൻസ് ഉണ്ടെന്ന് കൊടുത്തിരുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ കനത്ത മഴയാണ് അവിടെ പെയ്തത്. അപ്പോൾ ഈ പറയുന്ന ഈ ദുരന്ത മേഖലയിൽ, അതായത് ചൂരൽമല, പിന്നീട് മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഈ പിന്നീട് കാലാവസ്ഥാ പ്രവചനം വലുതായിട്ട് പാളിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് കൃത്യമായി തന്നെ കാലാവസ്ഥ പ്രവചിക്കുന്നത് പോലെ മഴ പെയ്യണമെന്നുമില്ല. അതിലൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഈവൻ ദെൻ നമ്മൾ ഈ മേഖല, ഇപ്പോൾ കേരളത്തിൻ്റെ പിന്നീട് വടക്കൻ മേഖല, അത് കഴിഞ്ഞ 1 മാസമായിട്ട് അവർ ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേൺ മാറി 2016 ശേഷം, 2015-16 ശേഷം വളരെ പ്രകടമായ മാറ്റമാണ് ഈ കാലാവസ്ഥയിൽ നമുക്കുണ്ടായിട്ടുള്ളത്. അത് ഈ പ്രാവശ്യം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പ്രാവശ്യം സമ്മർ സീസണിൽ വളരെ കൂടുതൽ ചൂടാണ് കേരളക്കരയിൽ അനുഭവപ്പെട്ടത്. അത് വളരെ ശക്തമായ ഒരു മഴ ആ സീസൺ വരുമെന്ന് ആ സമയത്ത് തന്നെ പത്ര റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് കടലിൽ നിന്ന് വളരെ പിന്നീട് നീരാവി ഉയരാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് മഴ സീസണിൽ, മൺസൂൺ സീസണിൽ ശക്തമായ പ്രിസിപ്പിറ്റേഷൻ കിട്ടുമെന്നും പറഞ്ഞിരുന്നു. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞു ഈ ദുരന്ത മേഖലയിലേക്ക് ആൾക്കാർ ടൂറിസം എന്നുള്ള രീതിയിൽ വരുന്നു. വളരെയധികം നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഒരു ദുരന്തത്തിനെക്കുറിച്ചോ ദുരന്ത നിവാരണത്തിനെക്കുറിച്ചോ ഒന്നും മനസ്സിലാകാതെ ഒരാൾ വന്നാൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാതിരിക്കാൻ എവരുടെ ശ്രദ്ധ തിരിക്കേണ്ടി വരും. ദുരന്ത നിവാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എക്സ്പേർട്ടുകളുടെ ശ്രദ്ധ ഈ സാധാരണക്കാരിലേക്ക് തിരിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 100% അതിനെ നിരുത്സാഹപ്പെടുത്തണം. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കരുത്. ദുരന്ത നിവാരണം, ഇവിടുത്തെ ദുരന്തത്തിൻ്റെ എല്ലാ നിവാരണ പ്രവർത്തനങ്ങളും തീരുന്നതുവരെ
അവിടെ വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യരുത്. ശരി, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമുണ്ട്. മന്ത്രിസഭാ ഉപസമിതി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് അനുവദിക്കാൻ പറ്റില്ല. ഈ ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള കാര്യം അതിപ്പോൾ കണ്ടുവരികയാണ് വയനാട്ടിൽ. അത് നടക്കില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് വരും ദിവസങ്ങളിലും തെരച്ചിൽ തുടരും. അത് ഈ പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ ആയിരിക്കും. അത് എത്ര ദിവസം തുടരും എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. ഐബോർഡ് പരിശോധന ഉണ്ടാവും. അതുപോലെ തന്നെയാണ് GPR സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള പരിശോധനകളും. എന്തായാലും ഇത് നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. ക്യാമ്പ് ചെയ്ത്